സ്ലീപ്പർ ടിക്കറ്റുമായി AC കോച്ചിൽ കയറി മോഡലിന്റെ പരാക്രമം. RPF ഉദ്യോഗസ്ഥനെ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ചു. മുംബൈ ആരവല്ലി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ മോഡലിന്റെ പരാക്രമം. മോഡൽ ഒപ്പം വെബ് സീരീസ് നടിയൊക്കെയാണ്. പേര് അന്തര ബാനർജി. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ്. മുംബൈയിൽ നിന്നും സൂറത്തിലേക്കുള്ള യാത്രയിലായിരുന്നു അവർ. സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റാണ് കയ്യിലുണ്ടായിരുന്നത്. എന്നിട്ട് ഇവർ നേരെ AC കമ്പാർട്ട്മെന്റിൽ കയറി യാത്ര ചെയ്തു. അന്തര അങ്ങനെ സീറ്റ് റിസർവ് ചെയ്ത ആളെത്തിയപ്പോൾ ആ സീറ്റ് ഒഴിയാൻ ആവശ്യമുയർന്നു. പക്ഷേ അവരത് നിരസിച്ചു, കേട്ടില്ല. അങ്ങനെ തർക്കമായി. ആ തർക്കമാണ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു അക്രമത്തിൽ കലാശിച്ചത്. RPF ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെയാണ് അന്തര ബാനർജിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 12-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. സീറ്റിൽ നിന്ന് മാറാൻ ഈ നടി വിസമ്മതിച്ചപ്പോൾ ഈ ടിക്കറ്റ് കളക്ടറായി എത്തിയാൽ ഹരികേഷ് ത്രിപാഠി എന്നാണ് അയാളുടെ പേര്. അയാൾ റെയിൽവേ പോലീസിനെ വിവരം അറിയിച്ചു. ഉടൻ തന്നെ ഈ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു, ഒപ്പം കോൺസ്റ്റബിൾ രാജേഷ് കുമാറും. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുടെ പേര് യാമിനികാന്ത് മിശ്ര. ഈ രണ്ടുപേരോടും നടി തർക്കിക്കാൻ തുടങ്ങി. ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും ചെയ്ത് ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കൈവിട്ടു. ആ വസ്ത്രങ്ങൾ സ്വയം അഴിച്ചു മാറ്റി പിച്ച് ചീന്തി അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ഒരു റേസർ ബ്ലേഡ് ഉപയോഗിച്ച് ആ യാമിനികാന്ത് മിശ്ര എന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറെ ആ സ്ത്രീ ആക്രമിച്ചു. ആ ആക്രമണത്തിൽ ഈ യാമിനികാന്തിന്റെ ദേഹത്തും ആ ബ്ലേഡ് കൊണ്ട് മുറിവേൽക്കുകയും ചെയ്തു. ഇതിനിടെ സ്വയം മുറിവേൽപ്പിക്കുന്ന സാഹചര്യമൊക്കെ ആ കമ്പാർട്ട്മെന്റിൽ നടക്കുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ആ നടിയും മോഡലുമായിട്ടുള്ള സ്ത്രീ. മാത്രമല്ല, ഉദ്യോഗസ്ഥന്റെ യൂണിഫോം, അയാളുടെ മൊബൈൽ ഫോൺ, ഇതൊക്കെ നശിപ്പിച്ചു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത്. ട്രെയിനിന്റെ ചില്ല് തകർക്കാൻ ഒരു ശ്രമം നടത്തി. ആ ചില്ല് തകർത്ത് അതിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. എന്താണെങ്കിലും ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടുനിന്ന നാടകമായിരുന്നു ആ AC കമ്പാർട്ട്മെന്റിൽ. ആ സംഘർഷത്തിനൊടുവിൽ ദഹാനു എന്ന റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ ആ സ്ത്രീയെ ആ കമ്പാർട്ട്മെന്റിൽ നിറക്കി നേരെ റെയിൽവേ പോലീസ് കൊണ്ടുപോയി. AC കോച്ച് ടിക്കറ്റ് അത് കിട്ടാത്തതിലുള്ള ദേഷ്യമായിരുന്നു അത്രേ ഇത്രമാത്രം അതിക്രമം കാട്ടാൻ കാരണമെന്ന് പിന്നീട് അല്പം ശാന്തമായി കഴിഞ്ഞപ്പോൾ ആ നടി മൊഴി നൽകിയിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇവർ ഒന്ന് അടങ്ങിയത് എന്നാണ് ആ പോലീസ് പറയുന്നത്. ബന്ധുക്കളെയോ അഭിഭാഷകനെയോ ഒന്നും ബന്ധപ്പെടാനും ആ നടി തയ്യാറായിട്ടില്ല. എന്നാണെങ്കിലും AC ടിക്കറ്റ് കിട്ടാത്തതിന് സ്ലീപ്പർ ടിക്കറ്റുമായി എത്തിയ ഒരു സ്ത്രീ ഇത്രമാത്രം അതിക്രമം കാട്ടിയാൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചിട്ടുണ്ടാകുമോ എന്നറിയില്ലെങ്കിൽ പോലും അസാധാരണമായിട്ടുള്ള സാഹചര്യമായിരുന്നു ആ ട്രെയിൻ യാത്രക്കാർക്കും ആ കമ്പാർട്ട്മെന്റിലുള്ള. ഇത്തരം നിഗൂഢമായിട്ടുള്ള ഇത്തരം രസകരമായിട്ടുള്ള സംഭവങ്ങളുമായി വീണ്ടും എത്താം 20th Hour നാളെ 20-ാം മണിക്കൂറിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.